ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷുഗർ പേഷ്യൻറ്റിന് വേണ്ട ബ്രേക്ക്ഫാസ്റ്റാണ് റെഡിയാക്കുന്നത്. ഗോതമ്പ് നുറുക്ക് വെച്ചും പിന്നെ കുറച്ച് മുളപ്പിച്ച പയറും ഇട്ടുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് സാധാരണ ഉപ്പുമാവിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ. കുറച്ച് കടുക്, ഉഴുന്ന് പരിപ്പ്, പൊടിച്ച മുളക്, പിന്നെ എല്ലാം എടുത്തിട്ട് പിന്നെ നമ്മൾ ചീനച്ചട്ടിയിലോ കുക്കറിലോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടുമ്പോൾ നമുക്ക് ഉഴുന്ന് പരിപ്പ് ഇടാം. പിന്നെ ഉണക്കമുളക് ഇട്ടിട്ട് അതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക്, ഇഞ്ചി, സവാള, ഇതെല്ലാം കറിവേപ്പില എല്ലാം ഇട്ട് നല്ലപോലെ ഇളക്കി അതൊന്ന് വാടി വരുമ്പോൾ നമ്മൾക്കതിലേക്ക് ചെറുപയർ മുളപ്പിച്ച് വെച്ചത് ഒരു 2 സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് ഇളക്കി ഒന്ന് വാട്ടിയെടുക്കാം. വാടി വരുമ്പോൾ നല്ലപോലെ ഇളക്കി അതൊന്ന് നല്ലോണം വാടി വരുമ്പോൾ നമുക്ക് കുതിർത്തി വെച്ചിട്ടുള്ള ഗോതമ്പ് നുറുക്ക് ഇടാം. 1 കപ്പ് കുതിർത്തി വെച്ചതാണ്. അതിൽ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് പാകത്തിന് ഉപ്പിടാം. പിന്നെ വെള്ളം കുറച്ച് മീതെ ഒഴിക്കണം. വെള്ളം നികക്കെ വെള്ളം വേണം ശരിക്കും പറഞ്ഞാൽ. പിന്നെ അതെല്ലാം ഇളക്കി നല്ലപോലെ ഉപ്പ് നേരി ഉപ്പേ പാടുള്ളൂ. അധികം ഉപ്പിട്ടാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. നേരി ഉപ്പിട്ട് ഇളക്കി കുക്കർ നല്ലപോലെ അടച്ചു വയ്ക്കാം. കുക്കർ അടച്ചു വെച്ച് കറക്റ്റ് ഇത് നികക്കെ വെള്ളമേ ഉള്ളൂ കേട്ടോ. അധികം ആയിട്ടുണ്ടെങ്കിൽ അളിപ്പിളിയായി പോകും, അല്ലെങ്കിൽ നന്നായിട്ട് കിട്ടും. അപ്പോൾ അത്രയും വെള്ളം കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞിട്ടില്ല. വെച്ചിട്ട് ഒരു വിസിൽ വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ അത് തുറന്ന് നോക്കുമ്പോൾ നല്ല ചൂടുള്ള പാകത്തിന് വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇച്ചിരി കുഴഞ്ഞിട്ടിരിക്കും. പിന്നെ അതിൽ തേങ്ങ ചേർക്കാനുള്ള ആ ഗ്യാപ്പാണ് അത് കുഴഞ്ഞിരിക്കുന്നത്. തേങ്ങ ചേർത്ത് കഴിയുമ്പോൾ കറക്റ്റ് സ്മൂത്തായിട്ടിരിക്കും അത്. അപ്പോൾ നല്ലപോലെ ഇളക്കി ഒരു സെക്കൻഡ് നേരം ഒന്ന് ചൂടാക്കാൻ വേണ്ടി തേങ്ങ ഇട്ടതുകൊണ്ട്. എന്നിട്ട് പിന്നെ നമുക്കത് നല്ലപോലെ ഇളക്കി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് ശംഖുപുഷ്പത്തിൻ്റെ ടീയും കൂടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇരിക്കട്ടെ. ആൻറ്റി ഓക്സിഡൻ്റാണ് ശംഖുപുഷ്പ ടീ. ഒരു ഗ്ലാസ്സിൽ ശംഖുപുഷ്പം ഇട്ട് അതിനകത്ത് 1 ടീസ്പൂൺ തേനൊഴിച്ച് നല്ല തിളച്ച വെള്ളം അതിലോട്ട് ഒഴിക്കാം. എന്നിട്ട് നമ്മൾക്കൊരു 2-3 സെക്കൻഡ് നേരം വെച്ച് ഇളക്കി അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ആ ശംഖുപുഷ്പത്തിൻ്റെ ഫ്ലവേഴ്സ് എല്ലാം എടുത്ത് മാറ്റി കഴിയുമ്പോൾ നല്ല ശംഖുപുഷ്പം ടീ റെഡിയാണ്. ഇന്നൊരു ആൻറ്റി ഓക്സിഡൻ്റാണ്. ഷുഗറുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. ശംഖുപുഷ്പം ടീയും കുറച്ച് ഹെൽത്ത് നോക്കുന്നവർക്ക് വേണ്ടി മുളപ്പിച്ച പയറിട്ടിട്ടുള്ള ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്പുമാവാണ്. 2-3 കഷ്ണം മാമ്പഴം വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ.